വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സൈലേൺ. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രൗണ്ടിങ് എക്സസൈസ് ആണ്. 5 4 3 2 1 ടെക്നിക്. എന്താണ് ഈ ഗ്രൗണ്ടിങ് ടെക്നിക് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഡിസ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭയങ്കര ആൻസൈറ്റി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണോ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, അതിൽ നിന്നൊക്കെ മാറി നമുക്ക് പ്രസൻറ്റ് എൻവയോൺമെൻറ്റിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് പറ്റും. പല ടൈപ്സ് ഓഫ് ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഉണ്ട്. അതിനകത്ത് ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, 5 4 3 2 1 ടെക്നിക്ക്. ഈ ഒരു ടെക്നിക്കിൽ നമ്മുടെ 5 സെൻസസും നമ്മൾ ഏത് എൻവയോൺമെൻറ്റിലാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സറൗണ്ടിങ്ങിലാണോ നമ്മൾ ഇരിക്കുന്നത്, ആ ഒരു സറൗണ്ടിങ്ങിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ സ്മോൾ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു സ്മോൾ ടെക്നിക്കാണ് 5 4 3 2 1 ടെക്നിക്ക് എന്ന് പറയുന്നത്. എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ 5 4 3 2 1 ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ആൻഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവുകയാണ്, പെട്ടെന്ന് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഇമ്പൾസീവ് അർജസ് വരികയാണ്. ഈ ഒരു സമയങ്ങളിലൊക്കെയാണ് നമുക്ക് 5 4 3 2 1 ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് കം ടു ദ പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് ഈ ടെക്നിക്കിൽ 5 സ്റ്റാൻഡ്സ് ഫോർ നമ്മൾ 5 തിങ്സ് ദാറ്റ് യു ക്യാൻ സീ. അതായത് നമ്മളുടെ ചുറ്റും, നമ്മളിരിക്കുന്ന സറൗണ്ടിങ്ങിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 5 ഒബ്ജക്റ്റ്. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ കളർ എന്താണ്, അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ലൈറ്റ് എങ്ങനെയാണ്, എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ നമ്മളതിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ കാണുക മാത്രമല്ല, ആ ഒബ്ജക്റ്റിൻ്റെ കളർ എന്താണെന്ന് എല്ലാം നമ്മൾ കണ്ണുകൊണ്ട് നോട്ടീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ 5-നകത്ത് വരുന്നത്. ഈ 5 4 3 2 1 ഗ്രൗണ്ടിങ് ടെക്നിക്കിൽ 5 സ്റ്റാൻഡ്സ് ഫോർ 5 ഒബ്ജക്ട്സ് ദാറ്റ് യു സീ. നെക്സ്റ്റ് ആണ് 4. 4 സ്റ്റാൻഡ്സ് ഫോർ 4 തിങ്സ് യു ക്യാൻ ഫീൽ. അതായത് നമ്മൾ ഇരിക്കുന്ന ഒരു സറൗണ്ടിങ്ങിൽ നമുക്ക് എന്തൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ മേത്ത് സൂര്യൻ അടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫീറ്റ് നിലത്ത് തൊടുന്നതായിരിക്കാം. അതുപോലെ നമ്മളുടെ നമ്മളിരിക്കുന്ന ചെയർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുപോലെ എന്തൊക്കെ നമുക്ക് ആ ഒരു സറൗണ്ടിങ്ങിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ 4 എന്ന് പറയുന്നത്. ഈ ഗ്രൗണ്ടിങ് ടെക്നിക്കിൽ 4 എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതാണ് 4. അടുത്തതാണ് 3. 3 എന്താണ്? 3 എന്ന് പറയുന്നത് തിങ്സ് ദാറ്റ് യു ക്യാൻ ഹിയർ. നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടുകളാണ് നമ്മൾ 3യിൽ പറയുന്നത്. 3 സാധനങ്ങൾ. ഏതൊക്കെ 3 സാധനങ്ങളാണോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്? ചിലപ്പോൾ അത് കാറ്റ് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം കാറ് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് മറ്റുള്ളവർ സംസാരിക്കുന്നതാവാം. അല്ലെങ്കിൽ 3 സൗണ്ടുകൾ, നിങ്ങൾക്ക് ചുറ്റും ഉള്ള 3 ഏതെങ്കിലും ഒരു സൗണ്ടുകൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുക. നെക്സ്റ്റ് 2 ആണ്. നമ്മൾക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു 2 സ്മെൽ, നമുക്ക് എന്തൊക്കെ സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നമ്മൾ സ്മെല്ല് കണ്ടുപിടിക്കുക. ചിലപ്പം എയറിൻ്റെ സ്മെല്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും 2 സ്മെല്ല് നമ്മൾ നോട്ടീസ് ചെയ്യാം. അടുത്തതാണ് 1. അതായത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം. അതായത് നമുക്ക് അടുത്തിരിക്കുന്ന എന്തെങ്കിലും ചോക്ലേറ്റോ, അല്ലെങ്കിൽ നമ്മളുടെ അതൊന്നും അവൈലബിൾ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ടൂത്ത് പേസ്റ്റിൻ്റെ അത് നമുക്ക് വരാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ മീൽസിൻ്റെ വരാം. അല്ലെങ്കിൽ നമ്മൾക്കിതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഒരു ഫുഡ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത്, അതിൻ്റെ ഫ്ലേവർ നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഇതാണ് ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇതാണ് 5 4 3 2 1 ടെക്നിക്ക് എന്ന് പറയുന്നത്. 5 തിങ്സ് ദാറ്റ് യു ക്യാൻ സീ, അതുപോലെ 4 തിങ്സ് ദാറ്റ് യു ക്യാൻ ഫീൽ, 3 തിങ്സ് ദാറ്റ് യു ക്യാൻ ഹിയർ, 2 തിങ്സ് യു ക്യാൻ സ്മെൽ, ആൻഡ് 1 തിങ് ദാറ്റ് യു ക്യാൻ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ 5 സെൻസസും ഈ ഒരു ടെക്നിക്കിൽ വന്നു. ഈ ഒരു ടെക്നിക്കിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെയാണ് ഇരിക്കുന്നത്, ഏതൊരു സർക്കംസ്റ്റൻസിലും നമുക്ക്